ഞാൻ ഓണത്തിനൊക്കെ ഉള്ള ഇഞ്ചിക്കറി വെക്കാൻ പോവുക. ഇത് ഇഞ്ചി വറുത്ത് കോരിയ എണ്ണയാണ് കേട്ടോ. അതിനകത്തോട്ട് കത്തിക്കുവാണ്. അതിനകത്തോട്ട് കടുക് വറുത്ത് കത്തിച്ച് ചൂടാവട്ടെ. ചൂടാവട്ടെ. കടുക് ഇട്ട് ചൂടാവട്ടെ. എണ്ണ ചൂടായമേ ആവി വരുന്നല്ല. കടുക് ഇട്ട് നോക്കട്ടെ. കടുക് പൊട്ടുന്നു. ഞാൻ ചുമന്നുള്ളി ഇടും. ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചിക്കറിക്ക് ചുമന്നുള്ളി ഇടും. കൊച്ചുള്ളി കൊണ്ട് ഒന്ന് അരിഞ്ഞിടും. പിന്നെ അതിൻ്റെ ഒരു ചെറിയ വെളുത്തുള്ളി അരിഞ്ഞിട്ട് എന്താ പച്ചമുളകും മൂക്കട്ടെ. പച്ചമുളക് പച്ചമുളക് കൊച്ചാട്ടരിഞ്ഞ് 2 പച്ചമുളക് കൊച്ചാട്ടരിഞ്ഞ് ഇതൊന്ന് വഴറ്റണം. ഇല്ല മൂക്കണം. മൂപ്പിക്കും. മൂത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി മൂപ്പിച്ചേ ഇത് പൊടിച്ചതാ. വെളിച്ചെണ്ണയ്ക്ക് കോരിയിട്ട് പൊടിച്ചതിട്ട് കൊടുക്കുക. എന്നിട്ട് വേണ്ട മുളക് പൊടി, ഇതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടിയും കൂടെ മൂക്കട്ടെ. ഇതിൻ്റെ ആവശ്യത്തിനുള്ള 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇച്ചിരി കായപ്പൊടി എല്ലാം കൂടെ മൂക്കുമ്പോൾ പുളി പിഴിഞ്ഞ് വെച്ചേക്കുക. ചൂടുവെള്ളത്തിനകത്ത് ഇതൊഴിച്ചു കൊടുക്കും. ഇതൊന്ന് മൂക്കണം. നോക്കട്ടെ. മുളക് പൊടി മൂത്തമണം വരുന്ന പുളിവെള്ളം ഒഴിച്ച് മൂത്ത് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചതാ. ഇത് തിളച്ച് പറ്റി എണ്ണ തെളിയണം. ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് പിന്നെ വേണം ഇട്ട് കൊടുക്കാൻ. തിളയ്ക്കണം അല്ലേ? ഇനി തിളക്കട്ടെ. തിളച്ചേ കുറുമ്പ എണ്ണ തെളിയും. നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ തന്നെ. അതിന് തിളക്കട്ടെ. പിന്നെ ശർക്കര പറ്റാറാകുമ്പോ ശർക്കര ഇച്ചിരി ഇല്ല ഈ തിളച്ച് കഴിഞ്ഞിട്ടില്ലേ പുളിയും ഇതൊക്കെ ഉപ്പ് എല്ലാം ഇത് ബാലൻസ് ചെയ്യാൻ ശർക്കര ഇട്ട് കൊടുക്കും. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ തിളക്കട്ടെ. ഇടയ്ക്ക് ഇളക്കണോ ഇല്ലേ അമ്മ? പിന്നെ ഇളക്കി കൊടുക്കണം. തിളക്കട്ടെ. അതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇച്ചിരി കുറുമ്പോ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയും കൂടി ഇട്ടട്ടെ. എന്നിട്ട് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക ഇച്ചിരി. ഓക്കെ. അരിയട്ടെ. അതിനകത്ത് കട്ടയായിട്ട് ഇച്ചിരി അരിയാൻ. ഞാൻ അത് അലിഞ്ഞ് ഒന്ന് ഇതായി തിളച്ച് ഇതിനകത്തിലെ ചൂടത്ത് കുറുക് ഇപ്പൊ കാണിക്കരുത്. കുറുകി വരുമ്പോ ഉണ്ടോ നോക്കട്ടെ തന്നെ. ഉണ്ടോ? ശകലം കൂടി ഇട്ട് കൊടുക്കാം. പുളി പറ്റി വരുമ്പോ എണ്ണ തെളിഞ്ഞു വരും. കുറുകി വരും. എന്താ കുറുകുന്നുണ്ട. തീ കുറച്ചിട്ട് കൊടുക്കുക. ചെറിയ തീ കിടന്ന് പറ്റട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കുറുകുന്നുണ്ട്. അത് തെളിഞ്ഞു വരും. എണ്ണ കുറുകി നല്ലപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കുറുകിയല്ല. ചിലരെ തോനെ മധുരം ചേർക്കും. നമുക്കത് അത്ര മധുരം വേണ്ട. ഉപ്പും ബാലൻസ് ചെയ്യാൻ കുറയാനുള്ള കുറച്ച് ആവശ്യത്തിനുള്ള ഇച്ചിരി കുറച്ച് ശർക്കര എണ്ണ തെളിയുന്നില്ല. പറ്റട്ടെ. കുറുകണം. ഞാൻ ഇളക്കട്ടെ.
ഇതാണ്ട എണ്ണ തെളിഞ്ഞല്ല, 15 ആകാറായി. ഇഞ്ചിക്കറി റെഡി.